ക്രിസ്തുവർഷം 222 മുതൽ 235 വരെ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് അലക്സാണ്ടർ സേവറുസ് അലക്സാണ്ടർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കാലത്ത് പൊതുവെ സാമ്രാജ്യത്തിലുടനീളം സമാധാന അന്തരീക്ഷമായിരുന്നു. എന്നാൽ അദ്ദേഹം മാറി മാക്സിമസ് എന്ന് പറഞ്ഞ ആൾ ചക്രവർത്തിയായി സ്ഥാനമേറ്റു. അപ്പോൾ നയങ്ങളാകെ, ദേശരാഷ്ട്രത്തിൻ്റെ നയങ്ങളാകെ, സാമ്രാജ്യത്തിൻ്റെ നയങ്ങളാകെ മാറി. ആരോടും സഹിഷ്ണുത കാണിക്കേണ്ടതില്ല എന്നായിരുന്നു ഈ മാക്സിമസ് ചക്രവർത്തിയുടെ നയം. ആ നയം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന പൊന്തിയാനോസ് അറസ്റ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ എതിർ മാർപ്പാപ്പ എന്നറിയപ്പെട്ടിരുന്ന ആൻറ്റിപോപ്പ് ഹിപ്പോളിറ്റസിനെയും അറസ്റ്റ് ചെയ്തു. റോമായിലെ ഹിപ്പോളിറ്റസ് സർദീനിയയിലെ ഖനികളിലെ ജോലി ചെയ്യുന്നതിനായിട്ട് നാട് കടത്തി. അതൊരു മരണശിക്ഷയായിട്ടാണ് അക്കാലത്ത് കണക്കാക്കിയിരുന്നത്. അപ്പോൾ പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ടാകാനായി ഈ പൊൻസിയൻ പാപ്പ സ്ഥാനം രാജിവെച്ചു. അതോടെ 18 സംവത്സരമായി പാപ്പസ്ഥാനത്തെക്കുറിച്ച് നിലനിന്നിരുന്ന ഭിന്നത അവസാനിച്ചു. ഹിപ്പോളിറ്റസും പൊൻസിയനും പരസ്പരം രമ്യതപ്പെട്ടു. മാർപ്പാപ്പയും പിന്നെ എതിർ മാർപ്പാപ്പ ആൻറ്റിപോപ്പ്. സർദീനിയയിൽ വെച്ച് വടികൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു ഈ പൊൻസിയൻ മാർപ്പാപ്പയെ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം, മാക്സിമസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം. 2030 മുതൽ 2035 വരെ 5 വർഷം റോമായുടെ മെത്രാനായിരുന്നു പൊൻസിയൻ. 235 ഒക്ടോബറിൽ അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു. ഫാബിയൻ മാർപ്പാപ്പ 2 പേരുടെയും ശരീരം, പൊൻസിയൻ്റെയും ഹിപ്പോളിറ്റസിൻ്റെയും ശരീരം റോമയിലേക്ക് കൊണ്ടുപോയി അവിടെ മാർപ്പാപ്പമാരുടെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്ന ലിഖിതം എങ്ങനെയാണ്: പൊന്തിയാനോസ് എപ്പിസ്കോപ്പോ മാർത്തിയൂർ. പൊൻസിയൻ മെത്രാനും രക്തസാക്ഷിയും എന്നാണ്. ഈ എതിർമാർപ്പാപ്പ ആയിരുന്ന ഹിപ്പോളിറ്റസ്, റോമയിലെ ഹിപ്പോളിറ്റസ്, അദ്ദേഹത്തിൻ്റെ തിരുനാളും ഇന്ന് തന്നെയാണ് ആഘോഷിക്കുന്നത്, ഓഗസ്റ്റ് 13. പൊൻസിയൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 13-ാം തീയതി തന്നെയാണ് ഹിപ്പോളിറ്റസിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നത്. 20-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ വത്തിക്കാനിലെ ലൈബ്രറിയിൽ നിന്ന് ഒരു അലങ്കാര പാത്രം കണ്ടെടുക്കപ്പെട്ടു. അതിൻ്റെ അടിവശത്ത് ഒരു പ്രാചീന പത്രിക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അത് മാറ്റിയപ്പോഴേ കണ്ടത് ദിവ്യബലിയുടെ അനാഫ്രയാണ്, സ്തോത്രയാഗ പ്രാർത്ഥന. 3-ാം ശതകത്തിൽ റോമായിൽ ഉപയോഗിച്ചിരുന്ന അനാഫ്ര, അതിൽ ഈ ഹിപ്പോളിറ്റസിൻ്റെ അനാഫ്രയാണത്, റോമായിലെ ഹിപ്പോളിറ്റസിൻ്റെ. അതിൽ എപ്പിക്ലേസിസ്, പരിശുദ്ധാത്മനാഗമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, കർത്താവിൻ്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ 3-ാം ശതകത്തിൽ റോമായിലെ ഹിപ്പോളിറ്റസ് ഉപയോഗിച്ചിരുന്ന ആ അനാഫ്രയിൽ എപ്പിക്ലേസിസ് ഉണ്ട്. ഇത് കണ്ടെടുക്കുന്നത് വരെയുള്ള റോമൻ ആരാധനക്രമത്തിൽ എപ്പിക്ലേസിസ് ഉപയോഗിച്ചിരുന്നില്ല. ഇത് കണ്ടെടുക്കപ്പെട്ടതോടെയാണ് റോമൻ ലിറ്റർജിയിൽ, ലത്തീൻ ലിറ്റർജിയിൽ ഈ അതിൻ്റെ പ്രാചീന രൂപത്തിൽ തന്നെ പരിഷ്കരിക്കണം, പുരാതന രൂപത്തിൽ പരിഷ്കരിക്കണം എന്നുള്ള ആവശ്യമുയർന്നതിനെ പ്രതി ഈ എപ്പിക്ലേസിസ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. 2-ാം വത്തിക്കാൻ സൂനോദസിലെ വളരെ നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്ന് ഈ രേഖയെ ആസ്പദമാക്കിയിട്ടാണ്. പ്രോട്ടസ്റ്റന്റ് വിഭാഗങ്ങളായ എപ്പിസ്കോപ്പൽ സഭയും ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും പിഞ്ചെന്ന് അവരുടെ ആരാധനക്രമത്തിൽ എപ്പിക്ലേസിസ് ഉൾപ്പെടുത്തി. അപ്പോൾ ഇത് കണ്ടെടുക്കപ്പെട്ടതോടുകൂടിയാണ് ലത്തീൻ ലിറ്റർജിയിൽ പരിശുദ്ധാത്മന ആഗമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പിക്ലേസിസ് കൂട്ടിച്ചേർത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 13-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന റോമായിലെ ഹിപ്പോളിറ്റസിൻ്റെ അനാഫറ എന്നാണ് അത് അറിയപ്പെടുന്നത്. ബിബ്ലിയോത്തേക്ക എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഫോസിയോസ് 1 രചിച്ചതാണ് ഈ ഗ്രന്ഥം. അതിലൊരു വിവരണം എങ്ങനെയാണ്: പോളികാർപ്പൻ്റെ ശിഷ്യനായ ഇരണേവസിൻ്റെ ശിഷ്യനാണ് റോമായിലെ ഹിപ്പോളിറ്റസ്. ജനിച്ചത് ക്രിസ്തുവർഷം 170, മരിച്ചത് 235 ക്രിസ്തുവർഷം.
പോളികാർപ്പിൻ്റെ ശിഷ്യനായിരുന്ന ഇരണൈവസിൻ്റെ ശിഷ്യനാണ് റോമയിലെ ഹിപ്പോളിറ്റസ്. പോളികാർപ്പ് അപ്പസ്തലനായ യോഹന്നാനെ നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ്. 3-ാം ശതകത്തിലെ വലിയ ദൈവശാസ്ത്രജ്ഞൻ റോമയിലെ ഹിപ്പോളിറ്റസ്. റോമായിൽ ഗ്രീക്ക് സംസാരിക്കുന്നവരുടെ നേതാവായിരുന്നു. റോമായിലെ മെത്രാനായിരുന്ന മാർപ്പാപ്പിയായിരുന്ന പലരുമായും ഹിപ്പോളിറ്റസ് ആശയപരമായി ഏറ്റുമുട്ടി. ഉദാഹരണമായിട്ട് പരിശുദ്ധ തൃത്വത്തിലെ പിതാവും പുത്രനും എന്നീ വാക്കുകൾ ഒരേ ആൾക്ക് ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത വാക്കുകൾ മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന മോഡലിസം എന്ന പാഷാണ്ഡതയാണ് ഈ സ്റ്റെഫ്രീനുസ് പാപ്പ പഠിപ്പിക്കുന്നതെന്ന് ഹിപ്പോളിറ്റസ് വിമർശിച്ചു. മോഡലിസം എന്ന് പറഞ്ഞിട്ടൊരു പാഷാണ്ഡതയുണ്ട്. അതായത് പിതാവും പുത്രനും എന്നുള്ളത് ഒരേ ആൾക്ക് ഉപയോഗിക്കുന്ന 2 വ്യത്യസ്ത വാക്കുകൾ മാത്രമാണ്. അതാണ് ഈ മോഡലിസം. അങ്ങനത്തെ ഒരു പാഷാണ്ഡതയാണ് മാർപ്പാപ്പ പഠിപ്പിക്കണമെന്ന് ഈ സ്റ്റെഫനോസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നതെന്ന് ഹിപ്പോളിറ്റസ് വിമർശിച്ചു. ജസ്റ്റിൻ മാർട്ടറെ പോലുള്ള ഗ്രീക്ക് പിതാക്കന്മാർ പഠിപ്പിച്ച ലോഗോസ് സിദ്ധാന്തം ഹിപ്പോളിറ്റസ് ഉയർത്തിപ്പിടിച്ചു. പിതാവ് ആളാണ്, ലോഗോസും ആളാണ്. ഇതാണ് സിദ്ധാന്തം ഈ ജസ്റ്റിൻ മാർട്ടർ. പിന്നെ ഈ ആൻറ്റി മാർപ്പാപ്പ എന്ന് പറഞ്ഞാലും ഈ സഭയിൽ അങ്ങേറ്റം എന്താ പറയുക, നമ്മൾ നേരത്തെ കണ്ടു പൊൺസീൻ എന്ന മാർപ്പാപ്പയും വിശുദ്ധനായി ജീവിച്ച ആളാണ്. എതിർ മാർപ്പാപ്പ എന്ന് പറയുന്ന ഹിപ്പോളിറ്റസും വിശുദ്ധനായി ജീവിച്ച ആളാണ്. അതേസമയം ആശയപരമായിട്ട് പല സംഘർഷങ്ങളുണ്ടായിരുന്നു. കലിസ്റ്റസ് 1-ാമൻ മാർപ്പാപ്പ വ്യഭിചാരികൾക്കും പാപമോചനം നൽകാമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ഹിപ്പോളിറ്റസിന് അത് ഇടർച്ചയായി. വ്യഭിചാരികൾക്കും മാപ്പ് കൊടുക്കുകയോ എന്നാണ് ഹിപ്പോളിറ്റസ് ചിന്തിച്ചത്. കൊലപാതകം, വ്യഭിചാരം, വിശ്വാസത്യാഗം എന്നിവ മാപ്പർഹിക്കാത്ത പാപങ്ങളായിട്ടാണ് ഹിപ്പോളിറ്റസ് കരുതിയിരുന്നത്. അതിനാൽ റോമായിലെ മാർപ്പാപ്പയ്ക്ക് പകരക്കാരനായി ഈ എതിർ മാർപ്പാപ്പ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഹിപ്പോളിറ്റസ്. കാരണം പല കാര്യങ്ങളെയും അദ്ദേഹം എതിർത്തു. ഉർബൻ മാർപ്പാപ്പയെയും 222 മുതൽ 230 വരെ മാർപ്പാപ്പയായിരുന്ന ആളാണ്. പോൺസിയൻ മാർപ്പാപ്പയെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. 230 മുതൽ 235 വരെ മാർപ്പാപ്പയായിരുന്ന ഇവരൊക്കെ ഹിപ്പോളിറ്റസ് വിമർശിച്ചു. എന്നാൽ മരണത്തിന് മുമ്പായി റോമയിലെ മെത്രാനായ മാർപ്പാപ്പയുമായിട്ട് രമ്യതപ്പെട്ടു. മാക്സിമിസ് ചക്രവർത്തി ഹിപ്പോളിറ്റസിനെയും പോൾസിയൻ പാപ്പയെയും സർദിയിലേക്ക് നാട് കടത്തി നമ്മൾ പറഞ്ഞല്ലോ. അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. ഫാബിയൻ മാർപ്പാപ്പ 2 പേരുടെയും ശരീരം റോമയിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഈ വിശ്വാസത്തെ ഗൗരവത്തോടെ സമീപിക്കുമ്പോൾ എതിരഭിപ്രായങ്ങളുണ്ടാകും. എതിരഭിപ്രായമുണ്ട് എന്ന് കരുതിയിട്ട് അവരെല്ലാം പാപികളാണ്, വിശുദ്ധരല്ല എന്ന് കരുതരുത്. ഈ എതിർ അഭിപ്രായങ്ങളെയും ബഹുമാനിക്കുക അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതേസമയം തനിക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീട് മനസ്സിലായി അത് തിരുത്തുകയും രമ്യതപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ വിശാലമായ ഹൃദയം, വിശ്വാസത്തെ ഗൗരവത്തോടെ എടുക്കുന്ന രീതി, എന്നിട്ട് സഭ 2 പേരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ കാരണം അവരുടെ ആർജവത്വം, അവരുടെ സിൻസിയറിറ്റി അതിൽ ഉറച്ചു നിന്നു. അതേസമയം കാര്യങ്ങൾ മനസ്സിലായപ്പോൾ രമ്യതപ്പെടാനും മാനസാന്തരപ്പെടാനും അനുരഞ്ജനപ്പെടാനും ഒക്കെ തയ്യാറായി. ഇത് വിശുദ്ധിയുടെ ഒരു രീതിയാണ്. വിശ്വാസത്തെ ഗൗരവത്തോടെ എടുക്കുക, വിശ്വാസത്തിനെതിരായ ആരും സംസാരിക്കുന്നു പറഞ്ഞാൽ ഉറച്ച നിലപാടുകൾ എടുക്കുക, അതേസമയം തെറ്റ് പറ്റിയെന്ന് കണ്ടാൽ തിരുത്തുക. അങ്ങനെയുള്ളവരാണ്. അല്ലാണ്ട് പാപികളാണല്ലോ, എല്ലാ മനുഷ്യരും പാപികളാണ്. വിശുദ്ധിയിലേക്ക് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്ക് പറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൽ വിജയിച്ചവരെയാണ് നമ്മൾ വിശുദ്ധരായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഇന്ന് തിരുനാളാഘോഷിക്കുന്ന മറ്റ് വിശുദ്ധരുടെ പേരുകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അവർ ലേഡി റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്, പാപിയുടെ സങ്കേതമായ പരിശുദ്ധ കനികാമറിയം എന്ന തിരുനാളും ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. അനസ്താസ്യൂസ് ദ മങ്ക, അനസ്താസ്യൂസ് ദ പ്രീസ്റ്റ്, അന്റിയോക്കസ് ഓഫ് ലിയോൺ, ബെനിൽദുസ്, കസിയാൻ ഓഫ് ഇബോള, കസിയാൻ ഓഫ് ടോഡി, കൊൺഗോർദിയ, കോൺ ഒറൂർക്ക, ഗെർത്രൂദ് ഓഫ് അൾട്ടൻബർഗ്, ഹെലൻ ഓഫ് ബുർഗോസ്, ഹെറുൾഫ് ഓഫ് ലാംഗ്രസ്, ഐറീൻ ഓഫ് ഹംഗറി, യാക്കോബ് ഗ്യാപ്, ജോൺ ബെർക്ക്മാൻസ്, ജൂനിയൻ ഓഫ് മൈരേ, ലുഡോൾഫ, മാർക്ക് ഓഫ് അവിയാനോ, മാക്സിമസ് ദ കൺഫെസർ, മൈക്കിൾ ജോസഫ് മഗ്യുവിനെ, നേർസിസ് ഗ്ലൈറ്റ്സി, പാട്രിക് ഒഹേലെ, പിയർ ഗബിലോദ്, റെദേഗുണ്ട,
റെദഗുന്ദെ, വിഗ്ബർട്ട് ഓഫ് ഫ്രിറ്റ്സ്ലാർ, വില്യം ഫ്രീമാന. Martyred in the Spanish Civil War. Martyred Claretians of Barbastro, 51, 51 പേര് beatified. Andre Serrano Munoz, Andreu Prats Barufet, Eugenio Cuesta Padierna, Ferran Saperas Aluya, Francisco Castells y Arene, Francisco Malo Sanchez, Inocencio Garcia Diaz, José Bone Nadal, José Boher y Fox, José Ignacio Gordon de la Serna, José Juan Perro y Juan Martí, José Tapies y Servanda, Juan Agramud y Riera, Julian Rivas Royano, Luciano Hernández Ramírez, Marceliano Alonso Santamaria, María da Pugracios Badia Flaquer, María Mulerat Soldevila, Mateo Despo Tena, Modesto García Martí, Pascual Araguas y Guardia, Pedro Martret y Moleta, Pere Rofes Laurado, Ramón Artiga Aragones, Silvestre Arnau y Pascuet. Martyred by Moors, Pedro of Santa Maria, Simone de Lara, Cassian of Seben, Gertrude Lamasras Fernandez, Svendibolda. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധർ സ്വർഗത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധരെ ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് പ്രഘോഷിക്കപ്പെടണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. മർക്കോസ് 14:9. ഈ തിരുവചനങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്ന കത്തോലിക്ക സഭ വിശുദ്ധരെ ഓർക്കുകയും വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും വിശുദ്ധരുടെ സ്വർഗീയ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നു. നമുക്ക് അവരോട് ചേർന്ന് ഈ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് വിശുദ്ധരാകാനുള്ള മോഹം നമുക്ക് സൂക്ഷിക്കാം, വിശുദ്ധരാകാൻ പ്രാർത്ഥിക്കാം, വിശുദ്ധരായി ജീവിക്കാം, വിശുദ്ധരായി മരിക്കാം.